ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ മോഡ്യൂളായിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചാണ്. ഈ മോഡ്യൂളിൽ കൂടി എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർസ്, ബോൺസ് എന്നിവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ് ഈ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെയോ നമ്മുടെ പ്രൈമറി മാർക്കറ്റിലെ എല്ലാ ഓപ്പറേഷൻസിനെയും സെക്കൻഡറി മാർക്കറ്റ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയുമാണ് ഈ സെക്കൻഡറി മാർക്കറ്റിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസ് വാങ്ങിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾക്ക് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ആ സെക്യൂരിറ്റി മറ്റൊരാൾക്ക് മറച്ച് വിറ്റുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് കൂടിയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ കമ്പനീസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന, ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റീസ് വീണ്ടും രണ്ടാമത് മറ്റൊരു ഇൻവെസ്റ്ററിനെ മറിച്ച് വിൽക്കാൻ സഹായിക്കുന്ന ഒരു സെക്കൻഡ് മാർക്കറ്റാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ ഡിപ്പോസിറ്ററീസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതലായിട്ടുള്ള പാർട്ടീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സെക്കൻഡറി മാർക്കറ്റ് കൺസിസ്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് പറയുവാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അല്പം കൂടി സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുവാൻ വേണ്ടി എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യത്തെ വ്യത്യാസമാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഒരു പുതിയൊരു സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസും ഷെയറുകളുമാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി മറ്റൊരു ഡിഫറൻസ് ആണ്, നമുക്ക് പ്രൈമറി മാർക്കറ്റിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് വിളിക്കാം. എന്നാലോ സെക്കൻഡറി മാർക്കറ്റിനെ ഓൾഡ് ഇഷ്യൂ മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും നമുക്ക് വിളിക്കാം. ഇനി അടുത്തൊരു ഡിഫറൻസ് ആണ്, പ്രൈമറി മാർക്കറ്റിൽ ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ്റെ ആവശ്യമില്ല. എന്നാലോ സെക്കൻഡറി മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും കവർ ചെയ്തു പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സെക്യൂരിറ്റീസ് എവിടെയൊക്കെ ട്രേഡ് ചെയ്യാമോ ആ പ്ലേസിനെയും കവർ ചെയ്തു പോകുന്നുണ്ട്. ഇനി അടുത്തൊരു ഡിഫറൻസ് ആണ്, പ്രൈമറി മാർക്കറ്റിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ലിസ്റ്റഡ് കമ്പനീസോ അൺലിസ്റ്റഡ് കമ്പനീസോ ആയിരിക്കും. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് ലിസ്റ്റഡ് കമ്പനീസ് മാത്രമായിരിക്കും. അടുത്ത ഡിഫറൻസ് ആണ്, പ്രൈമറി മാർക്കറ്റിൽ കമ്പനീസ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്നാലോ സെക്കൻഡറി മാർക്കറ്റിൽ ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഫർ ചെയ്യുന്നത് ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റിനെയാണ്. ഇവിടെയാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയുടെ ഷെയർസും ഡിബഞ്ചേഴ്സും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെയും ബോൺസിനെയും ഡിബഞ്ചേഴ്സിനെയും മുനിസിപ്പൽ ബോഡീസും പോർട്ട് ട്രസ്റ്റ് ഇഷ്യൂ ചെയ്തേക്കുന്ന ബോൺസിനെയും ഒക്കെയും ഡീല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിൽ കൂടി പഠിക്കാം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ടോപ്പിക്കാണ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ്. ഈ ഒരു പോയിന്റിൽ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് അവറിൽ, അതായത് 9 to 5 എന്ന് പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. ഈ ഷെയർസിനും ഡിബഞ്ചേഴ്സിനും ഈ റെഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവർ മുടക്കിയിരിക്കുന്ന ക്യാഷ് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഷെയർ മാർക്കറ്റിൽ ഏത് സമയത്തും ഒരു ഇൻവെസ്റ്ററിന് തങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് സെക്യൂരിറ്റീസ് ആയിട്ട് മാറ്റുവാനും അതുപോലെ തന്നെ തിരിച്ച് സെക്യൂരിറ്റീസ് ക്യാഷാക്കി മാറ്റുവാനും പറ്റും.
ഇതുകൂടാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റീസിന് കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയും ലോണുകൾ എടുക്കുന്ന സമയത്ത് അതൊരു കൊളാട്രൽ സെക്യൂരിറ്റീസ് ആയിട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഈസി ആയിട്ടുള്ള മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയത്തിൽ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇത്രയുമാണ് ഈ ഒരു ഫംഗ്ഷൻ കൂടി പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റീസ് എല്ലാം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു കൺട്രിയിലെ പല പാർട്സിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉള്ള ആളുകളെയാണ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് മൊബിലിറ്റി ആൻഡ് ചാനലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള ക്യാഷിനെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവും പ്രോഫിറ്റബിളും ആക്കുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനീസിന് മാത്രമാണ് ന്യൂ ഇഷ്യൂയിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നത്. അത് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരിക്കലും ന്യൂ ഇഷ്യൂയിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയറുകളുള്ള കമ്പനികളിൽ തങ്ങളുടെ കൈകളിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുവാൻ ഈ ഒരു മാർഗം സഹായിക്കുന്നു. അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഷെയറുകൾ വാങ്ങി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ തരത്തിലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റബിൾ അറ്റൈൻ ചെയ്യുവാനും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഞ്ചേഴ്സിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാനും സാധിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിൻ്റാണ് സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രാൻസാക്ഷൻസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയും പബ്ലിക്കലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ സേഫ്റ്റിയും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഫെയർ ഡീലിങ്സും ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെബിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒരു കൺട്രോൾ കൂടി ഉണ്ടാകും, അല്ലേ, ഒരു നിയന്ത്രണം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റേഴ്സിന് ഒരു അഡീഷണൽ സേഫ്റ്റി കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിമാൻഡിൻ്റെയും സപ്ലൈ ഫോഴ്സസിൻ്റെയും ഒക്കെയും ഇൻ്റർപ്ലേ എന്ന് പറയുന്നത് വളരെയധികം പോസിബിളാണ്. ഇതിലൂടെ സെക്യൂരിറ്റീസിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് ആകുവാൻ ആയിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ഇതിലൂടെ നമ്മൾക്കുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ വാല്യുവേഷൻ എന്തുമാത്രമാണ്, അല്ലെങ്കിൽ വാല്യൂ എന്തുമാത്രമാണ് ഉള്ളത് എന്ന് എളുപ്പത്തിൽ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് പണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ഇൻകത്തെയും ഫ്യൂച്ചറിൽ പിന്നീട് ഉള്ള കുറച്ച് കാലത്തിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻകത്തെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പാസ്റ്റ് ഇൻകത്തെയും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ റിസീവ് ചെയ്യുന്ന ഈൽഡ് ഇൻകത്തെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഈ ഒരു വാല്യുവേഷൻ, ഇങ്ങനെ ഒരു കമ്പനിയുടെ ഇൻകത്തിലുണ്ടാകുന്ന വേരിയസിനെ കുറിച്ച് ഉള്ള വാല്യുവേഷൻ റിപ്പോർട്ട് വ്യത്യസ്തമായിട്ടുള്ള ജേർണൽസിൽ കൂടിയും ന്യൂസ് പേപ്പേഴ്സിൽ കൂടിയും പബ്ലിക്കിനായിട്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കായിട്ട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സിലൂടെയും ജേർണൽസിലൂടെയും വിവരങ്ങൾ ലഭിക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ ഷെയറുകളിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന ഇൻകം എന്തുമാത്രമുണ്ട് എന്ന് എളുപ്പത്തിൽ അസർട്ടൈൻ ചെയ്യുവാനും അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് ഇവാലുവേറ്റ് ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെഗുലേഷൻ ഓഫ് കമ്പനി മാനേജ്മെൻറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തങ്ങളുടെ സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിറ്റഴിച്ചുകൊണ്ട് പണം ഷെയർ ക്യാപിറ്റൽ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകളും കമ്പനികളും ചില രീതിയിലുള്ള നിയന്ത്രണങ്ങളും ചില രീതിയിലുള്ള നിബന്ധനകളും കണ്ടീഷനുകളും പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവർ അവരുടെ ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ബാലൻസ് ഷോ ഓഫ് ചെയ്യുന്ന റിട്ടേണുകളും തീർച്ചയായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിലും സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കണ്ടീഷനുകളും
പാലിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ അവരുടെ സെക്യൂരിറ്റികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവഴി കറക്റ്റായിട്ട് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് ഓരോ കമ്പനിയുടെയും ഫിനാൻഷ്യൽ ബാലൻസും ഫിനാൻഷ്യൽ പ്രോഫിറ്റബിൾ പൊസിഷൻസും കൃത്യമായിട്ട് അറിയുവാൻ പറ്റും. ഇതുവഴി വ്യത്യസ്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഹൈ റിട്ടേൺ ഏൺ ചെയ്യുവാനും സാധിക്കും. ഇതുവഴി അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പബ്ലിക്കിനെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യുന്നു. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മോട്ടിവേഷനാണ്. കാരണം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ഇത് അവർക്കൊരു മോട്ടിവേഷൻ ഫാക്ടറാണ്. അങ്ങനെ ഹൈ പെർഫോമൻസ് ലെവൽ കാഴ്ചവെക്കുന്ന കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തങ്ങളുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനികളിൽ തങ്ങളുടെ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനും ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുവഴി ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ നേടിയെടുക്കാനും സാധിക്കും. ഇനി മറ്റൊരു ഗുണമാണ് ബാരോമീറ്റർ ഓഫ് ബിസിനസ് പ്രോഗ്രസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വ്യത്യസ്തമായിട്ടുള്ള സൂചികകൾ, വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകൾ എന്നിവ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റീസിലെ ചേഞ്ചസ്, സെക്യൂരിറ്റിയുടെ പ്രൈസിൻ്റെ ചേഞ്ചസ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുവഴി ആ ഒരു ബിസിനസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാവിയിൽ സെക്യൂരിറ്റികൾക്ക് വില കൂടാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ബിസിനസ് ഫേമുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനും അതുകൂടാതെ തന്നെ കമ്പനികൾക്ക് തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പുരോഗതിയെക്കുറിച്ചും അതുപോലെ തന്നെ വളർച്ചയെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. ഇതുകൂടാതെ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഭാവിയിൽ കൂടുതൽ സെക്യൂരിറ്റീസിന് ഡിമാൻഡുള്ള അല്ലെങ്കിൽ കൂടുതൽ ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതുമൂലം ലഭിക്കുന്നു. ഇങ്ങനെ ബിസിനസ്സിൻ്റെ പുരോഗതിയുടെ അല്ലെങ്കിൽ വളർച്ചയുടെ ഒരു റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വ്യത്യസ്തമായിട്ടുള്ള സൂചികകൾ സഹായിക്കുന്നു ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയും. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബാങ്കുകളെ സഹായിക്കാറുണ്ട്. അതുവഴി ബാങ്കുകൾക്ക് തങ്ങളുടെ സോഷ്യൽ ക്രെഡിറ്റിൻ്റെ ബേസിസ് വളരെയധികം വിശാലമാക്കുവാനും സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഫെസിലിറ്റി ഓഫ് സ്പെക്കുലേഷൻ. ഊഹക്കച്ചവടങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരുക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ധാരാളം ബിസിനസ്സുകാർക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ധാരാളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുവഴി വളരെയധികം ബിസിനസ് നൈപുണ്യമുള്ള അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് ഉള്ള ബിസിനസ്സുകാർക്ക് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഏജൻസി ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാപിറ്റൽ ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് വർത്തിക്കാറുണ്ട്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മാധ്യമത്തിൽ കൂടി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കയ്യിലുള്ള സേവിങ്സിനെ ഭാവിയിൽ ഇൻകം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറ്റുവാനും അതുവഴി തങ്ങളുടെ കൈകളിലുള്ള പണത്തെ ഒരു ഇൻകം കിട്ടുന്ന ഒരു സോഴ്സായിട്ട് ഒരു പ്രൊഡക്റ്റീവ് സോഴ്സാക്കി മാറ്റുവാനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പബ്ലിക്കിന്. ഇതുവഴി ധാരാളം പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുകയും വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഷെയറുകളിൽ ബോണ്ടുകളിൽ അവരുടെ കയ്യിലുള്ള സേവിങ്സ് അവരുടെ കയ്യിലുള്ള പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇതുവഴി ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യുവാനും കൂടുതൽ വിപുലമാക്കുവാനും വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഇതുവഴി കണ്ടെത്തുവാനും സാധിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരുക്കുന്നുണ്ട്. അങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് സപ്ലൈ ഓഫ് ലോങ് ടൈം ഫണ്ട്. വളരെയധികം ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോങ് ടൈമിലേക്കുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുവാൻ ആർക്ക് സാധിക്കുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മൂലം സാധിക്കുന്നു.
അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഏതെങ്കിലും തരത്തിലുള്ള പണം ആവശ്യമായിട്ട് വരുമ്പോൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ കളക്ട് ചെയ്യും. അത് ആ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അവരുടെ സെക്യൂരിറ്റീസ് തിരിച്ച് ഈ കമ്പനിക്ക് വിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെന്ത് ചെയ്യും, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടി ഈ കമ്പനികളിൽ മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് പണം ആവശ്യം വരുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടി ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ നിന്ന് വാങ്ങിയേക്കുന്ന സെക്യൂരിറ്റീസ് മറ്റൊരു ഇൻവെസ്റ്ററിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടി മറിച്ച് വിൽക്കുന്നു. തൽഫലമായിട്ട് ആ ഇൻവെസ്റ്ററിന് അവൻ്റെ പണപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. കമ്പനിക്ക് ഇതുകൊണ്ട് എന്താകണം, കമ്പനിക്ക് തങ്ങളിൽ കമ്പനീസിന് ഇതുവഴി എന്താണ്, തങ്ങളുടെ ഷെയറുകളിൽ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. കാരണം എന്താണ്, കാരണം കമ്പനീസ് എന്ത് ചെയ്യുന്നു, പണത്തിന് ആവശ്യം വന്നപ്പോൾ തങ്ങളുടെ കമ്പനിയുടെ ഷെയർസും സെക്യൂരിറ്റീസും ഒരു ഇൻവെസ്റ്ററിന് മറിച്ച് കൊടുത്തു. ഒരു ഇൻവെസ്റ്ററിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. അതിനുശേഷം എന്താണ്, ആ പണം അതിൻ്റെ അവകാശം എന്നോണം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് പ്രൊവൈഡ് ചെയ്തു. ആ കമ്പനിക്ക് പണം വായ്പ നൽകിയിരിക്കുന്ന ഇൻവെസ്റ്ററുടെ പണം ആവശ്യം വന്നപ്പോൾ ആ ഇൻവെസ്റ്റർ എന്ത് ചെയ്തു, ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് കമ്പനീസിന് തിരിച്ചു കൊടുക്കാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു, മറ്റൊരു ഇൻവെസ്റ്റർ മറിച്ച് കൊടുത്തു അല്ലേ. അതുവഴി എന്താണ്, കമ്പനീസിന് എപ്പോഴും ആ ഇൻവെസ്റ്റർ ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്ന പണം തങ്ങളുടെ ബിസിനസ്സിൻ്റെ ലോങ് ടൈമിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ തരത്തിൽ ബിസിനസ്സുകാരുടെ ദീർഘകാല ദീർഘകാല പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എളുപ്പത്തിൽ റേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർത്തിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ്, ഇറ്റ് ആക്ട് ആസ് ആൻ ക്ലിയർ ഹൗസ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബിസിനസ് വിവരങ്ങളുടെ ഒരു ക്ലിയർ ഹൗസായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഇവിടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റാണെന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ചും അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ചും അവരുടെ ഷെയറുകളുടെ വാല്യൂസിനെ കുറിച്ചുമുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക്, അതായത് പബ്ലിക്കിന് വ്യത്യസ്തമായിട്ടുള്ള ജേണലുകളിൽ കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ന്യൂസ് പേപ്പറിൽ കൂടിയും അറിയിക്കുവാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ശ്രമിക്കുന്നു. ഇതുവഴി ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ആകർഷിക്കുവാനും ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുമെന്നും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കരുതുന്നു. തൽഫലമായിട്ട് എന്താണ്, ഈ തരത്തിൽ ബിസിനസ്സുകളുടെ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിലും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ. പ്രധാനമായിട്ടും ഇന്ത്യയിൽ 6 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE. ഇതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എന്ന് പറയുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 മുംബൈയിൽ വെച്ചാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ ഈ കൺട്രീസിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ചെയ്യുന്നത്. NSE കമൻസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ട്രേഡിങ്ങും ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെയുമാണ് NSE കമൻസ് ചെയ്യുന്നത്. ഈ NSEയുടെ ഒബ്ജക്റ്റീവ് എൻഷുർ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സെക്യൂരിറ്റീസ് നാഷണലൈസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിനെയാണ്. IDBI, ICCI, IFCI, GIC, LIC, SBI മുതലായിട്ടുള്ള ആളുകളാണ് ഈ NSEയുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. IDBI ആണ് NSEയുടെ ഏറ്റവും വലിയ ലീഡിംഗ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് NSEയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും NSEയുടെ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓപ്പറേഷൻസിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റും. ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റും. ഇവിടെ ഇതിലേറ്റവും ആദ്യത്തെ സെഗ്മെൻറ്റാണ് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡെപ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ NSE റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തങ്ങളുടെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
ഈ തരത്തിലുള്ള NSEയുടെ ഈ ഒരു റെക്കഗ്നേഷൻ നേടിയെടുക്കാൻ വേണ്ടി കമ്പനീസ് ചില രീതിയിലുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ ചില രീതിയിലുള്ള കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യണം. ഈ ഒരു കമ്പനി അതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യത്തെ ഒരു കണ്ടീഷനാണ് പറയുന്നത്, ഈ ഒരു കമ്പനി 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്കിലും പൊസസ് ചെയ്തിട്ടുണ്ടാകണം ബാങ്കിങ് സെക്ടറിലോ അല്ല എങ്കിലും മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ സെക്ടറിലോ. ഇതുകൂടാതെ അവരുടെ മിനിമം നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 2 കോടി രൂപയ്ക്ക് മുകളിലുമായിരിക്കണം. ഇനി സെക്കൻഡ് കണ്ടീഷനാണ് പറയുന്നത്, ഇതുകൂടാതെ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ബിസിനസ്സിൽ മാത്രമായിരിക്കണം എൻഗേജ് ചെയ്യേണ്ടത്. ഈ ക്രൈറ്റീരിയസൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓർഗനൈസേഷന് മാത്രമേ NSEയുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ട്രേഡിംഗ് മെമ്പറായിട്ട് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ മെമ്പർഷിപ്പ് ഓപ്പൺ ആകുന്നത് ബോഡി കോർപ്പറേറ്റ്സിനും ബാങ്കിൻ്റെ സബ്സിഡിയറിക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമായിരിക്കും. ഇത്രയും ആക്ടിവിറ്റീസാണ് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ സെഗ്മെൻറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ചെയ്യുന്നതിലുമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് കവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, രജിസ്റ്റേർഡ് ഫേംസ്, കോർപ്പറേറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുതലായിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു കോർപ്പറേറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഇൻവോൾവ് ആകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ടോപ്പിക്കാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, അഥവാ BSE എന്ന്. ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് 1875 ബോംബെയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് കൺസിസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സ്, സെബീസ് മുതലായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ കൺസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ അഡീഷണലായിട്ട് 9 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ടായിരിക്കും. ഈ ഒരു BSEയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സായിട്ടും അതുപോലെ തന്നെ ഓരോ ഡിവിഷൻ്റെയും ഹെഡ്സായിട്ടും വർത്തിക്കുന്നത് ഈ 9 ഡയറക്ടേഴ്സ് ആയിരിക്കും. BSE എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BSEയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BSE ഏകദേശം BSE എന്ന് പറയുന്ന അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏകദേശം 135 കൊല്ലത്തോളമായി നമ്മുടെ രാജ്യത്ത് സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷനും നമ്മുടെ ബിസിനസ്സുകാരെയും മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും അതുകൂടാതെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം 4900 മുകളിൽ ലിസ്റ്റഡ് കമ്പനീസ് ഇവിടെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ആദ്യമായിട്ട് ഈ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇതുകൂടാതെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തതും നമ്മുടെ BSE തന്നെയാണ്. ഇതുകൂടാതെ മൊബൈൽ ട്രേഡിംഗ് ഫെസിലിറ്റി മൊബൈൽ ബേസ്ഡ് സെക്യൂരിറ്റി ട്രേഡിംഗ് ഫെസിലിറ്റീസ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും BSE എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകതകളാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BSEയിൽ പ്രധാനമായിട്ടും ഇക്വിറ്റിയും ഡെപ്റ്റും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സുമാണ് ഉള്ളത്. BSEയുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ബേസ് ചെയ്യുന്നത് ബോൾട്ട് സിസ്റ്റത്തിലാണ്. ആ തരത്തിൽ BSEയിലെ ട്രേഡിംഗ് ആക്ടിവിറ്റി ബേസ് ചെയ്യുന്നത് ബോൾട്ട് സിസ്റ്റത്തിലാണ്. ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ മെമ്പേഴ്സിൻ്റെ ബ്രോക്കേഴ്സ് സെക്യൂരിറ്റീസ് വാങ്ങുവാനും വിൽക്കുവാനും വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് എടുക്കും. ഇവിടെ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് മൺഡേ ടു ഫ്രൈഡേയിലാണ്. BSEയുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ക്രിപ്റ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 5 ആയിട്ടാണ്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് SZ, ഗ്രൂപ്പ് TS, ഗ്രൂപ്പ് S എന്നീ രീതിയിലായിട്ടാണ് ഈ ട്രേഡിംഗ് സ്ക്രിപ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്.
ഈ തരത്തിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്ന സ്ക്രിപ്പുകൾ, അതായത് സെക്യൂരിറ്റീസിനെ, അതിനാണ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ 5 ഗ്രൂപ്പായിട്ടാണ്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വോളിയം ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ക്രിപ്പുകളെ ഇങ്ങനെ 5 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നത്. അതായത് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ്, ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ സൈസും, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വാല്യൂൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ 5 ഗ്രൂപ്പായിട്ട് ഇതിനെ തരംതിരിക്കുന്നത്. ഇനി സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രധാനമായിട്ടും കമ്പനീസിനെ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്: ലാർജ് ക്യാപ് കമ്പനീസും സ്മോൾ ക്യാപ് കമ്പനീസും. അതായത് ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത് അവർ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 10 ക്രോസ് ആയിരിക്കണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 25 ക്രോസിൽ കുറയാനും പാടില്ല. ഇനി എന്താണ് സ്മാൾ ക്യാപ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാൾ ക്യാപ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 ക്രോസിൽ താഴാനും പാടില്ല. അതുപോലെ തന്നെ എന്താണ്, അവിടെ നടത്തുന്ന മിനിമം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 5 ക്രോസിൽ കുറയാനും പാടില്ല. ആ തരത്തിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിനെ 2ആയിട്ട് തരംതിരിക്കുന്നത് ഈ 2 കണ്ടീഷൻ്റെ ബേസിലാണ്. BSEയുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഡ്യൂസസ് എന്ന് പറയുന്നത് സെൻസെക്സ്, BSE 100, BSE ഡോളക്സ്, BSE 200, BSE IPO ഇൻഡെക്സ് എക്സെട്ര എന്നിവയാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിക്കുവാനുള്ളത്. ഇനി അടുത്തൊരു കാര്യമാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് എപ്പോഴാണ് ലിസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്, ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനി തങ്ങളുടെ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള കമ്പനീസ് ആ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് കമ്പൾസറി ആയിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. ഈ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റിയും മാർക്കറ്റബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സുള്ള ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ തങ്ങളുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ്, ബോൺസ് മുതലായവ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുവാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ആയിട്ടുണ്ട് എന്നാണ് പ്രധാനമായിട്ടും ഇതിൽ കൂടി മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ തങ്ങളുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലിസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിസ്റ്റിങ്ങിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് കൂടുതൽ ലിക്വിഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്യൂരിറ്റീസിനെ എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റുവാനും അതുപോലെ തന്നെ ക്യാഷിനെ എളുപ്പത്തിൽ സെക്യൂരിറ്റി ആക്കി മാറ്റുവാനും സാധിക്കുന്നു ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾക്ക്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് തങ്ങളുടെ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് സഹായിക്കുന്നുണ്ട്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ നെയിമുകൾ എപ്പോഴും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യും. അതായത് TV-യിൽ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ, മറ്റ് മാഗസിനിൽ, ജേർണലുകളിൽ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഇമേജ് വലിയൊരു പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എത്തുവാനും കമ്പനിയുടെ ഇമേജ് ബെറ്റർ ആകുവാനും ഇത് കാരണമായി തീരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് വൈഡർ മാർക്കറ്റ് ഫോർ ഷെയർസ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് വൈഡർ മാർക്കറ്റ് ഫോർ ഷെയർസ്. നമുക്കറിയാം ഇങ്ങനെ കമ്പനീസ് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റിപ്പോർട്ടുകളിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വഴി ആ രാജ്യത്തെ കൺട്രീസിലെ വ്യത്യസ്ത പാർട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സുള്ള ആളുകളെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്, കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുവഴി എന്താണ് കമ്പനീസിന് ഒരു രാജ്യത്തെ വ്യത്യസ്ത ഇൻവെസ്റ്റേഴ്സുള്ള ആളുകളിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാവുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ഒരു ഗുണം ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് കൊണ്ട് ആ കമ്പനിക്ക് ലഭിക്കുന്നു. ഇനി മറ്റൊരു ഗുണമാണ് ഈസി ഓഫ് ഫിനാൻസ്.
അതായത് ഷെയർസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് റെഡിയാകും. ഇനി അടുത്തതാണ് കൊളാട്രൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. മിക്ക ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളെ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പണം ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊളാട്രൽ സെക്യൂരിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസിനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കൊളാട്രൽ സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് ധാരാളം എമൗണ്ട് ലോണായിട്ട് പിൻവലിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ഉള്ള ബിസിനസ് ഓർഗനൈസേഷൻസിന് സെബിയും മറ്റ് ഏജൻസികളും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ധാരാളം ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയും മറ്റ് ഏജൻസികളും മെൻഷൻ ചെയ്യുന്ന തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ ആ കണ്ടീഷനുകൾക്കും അനുസരിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനീസിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇതുവഴി ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ് എൻഷുർ ചെയ്യപ്പെടുന്നത്. അതുകൂടാതെ ഈ തരത്തിലുള്ള ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷിന് അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുവാനും ഇതുമൂലം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സാധിക്കുന്നു, ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് മൂലം. ഇനി മറ്റൊരു പോയിൻ്റാണ്, 7ാമത്തെ പോയിന്റിൽ കൂടി പറയുന്നതാണ് ഡിസ്ക്ലോഷർ ഓഫ് വൈറ്റൽ ഇൻഫർമേഷൻ. അതായത് സെക്യൂരിറ്റീസിൻ്റെ നെറ്റ്വർത്ത് എത്രയാണ് എന്ന് ഈ ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. തങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന സെക്യൂരിറ്റീസിന് എത്ര രൂപ റിട്ടേൺ ആയിട്ട് കിട്ടും, എത്ര രൂപ മന്ത്ലി കിട്ടും എന്നുള്ള കാര്യങ്ങൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തുമാത്രമാണുള്ളത്, ഈ കമ്പനിയുടെ പ്രോഫിറ്റ് അനുസരിച്ചുകൊണ്ട് തങ്ങൾ വാങ്ങിയേക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ മൂല്യം എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നീ വിവരങ്ങളൊക്കെയും എളുപ്പത്തിൽ ഇൻവെസ്റ്റേഴ്സുള്ള ആളുകൾക്ക് അറിയുവാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അഡ്വാൻറ്റേജ് ഓഫ് ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസിൽ കൂടി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജ് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള സെബി അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ എന്നിവ മെൻഷൻ ചെയ്യുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ബാധ്യതയുള്ളവരായിരിക്കും. ഇനി മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, അതായത് മിക്ക സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് അവരുടെ എല്ലാ വൈറ്റൽ ഇൻഫർമേഷൻസും ലൈക്ക് ഡിക്ലറേഷൻ ഓഫ് ബോണസ്, ഡിവിഡൻഡ് മുതലായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും തങ്ങളുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകാരുടെ മുമ്പിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇനി അടുത്തൊരു പോയിന്റിൽ കൂടി പറയുന്നത്, ഈ തരത്തിലുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും മറ്റ് റിലേറ്റഡ് പേഴ്സൺസിനെയും അത് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് ലീഡ് ചെയ്തേക്കാം. ഇത് കമ്പനിയുടെ ഇൻട്രസ്റ്റിന് എഗനസ്റ്റായി തീർന്നേക്കാം. അതും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് കരുതപ്പെടുന്നു. ഇനി മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇനി അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത്, അതായത് കമ്പനിക്ക് തങ്ങളുടെ സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഹെവി എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ച് പഠിച്ചേക്കുന്ന ടോപ്പിക്കുകൾ അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. എങ്ങനെ നമുക്കൊരു സെക്യൂരിറ്റീസിനെ ഡീലിസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സെക്യൂരിറ്റീസ് പൂർണ്ണമായിട്ടും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നതിനെയാണ് നമ്മൾ ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് ആ തരത്തിൽ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസിന് പിന്നീട് തങ്ങളുടെ സെക്യൂരിറ്റീസ് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പിന്നീട് ട്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി നമുക്ക് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളത് 2 രീതിയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഒന്നാമത്തേതാണ് കമ്പൾസറി ഡീലിസ്റ്റിംഗ്, രണ്ടാമത്താണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ കാര്യമാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ, കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് മുഴുവനായിട്ടും ഡീലിസ്റ്റ് ചെയ്യും. ആ തരത്തിലുള്ള ഡീലിസ്റ്റിംഗ് രീതിയാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് രീതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ബിസിനസ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാത്ത കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ഡീലിസ്റ്റ് ചെയ്യപ്പെടും കമ്പൾസറി ആയിട്ട്. ആ തരത്തിലുള്ള ലിസ്റ്റിംഗ് രീതിയാണ് കമ്പൾസറി ഡീലിസ്റ്റിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെ അല്ലേ. എന്താ കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിക്വയർമെൻറ്റ്സ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കമ്പനികളുടെ ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പെർമനൻ്റായിട്ട് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത് കളയും. അതിനെയാണ് നമ്മൾ കമ്പൽസറി ഡീലിസ്റ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തൊരു ഡീലിസ്റ്റിംഗ് രീതിയാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് തന്നെ തീരുമാനിക്കുകയാണ് തങ്ങളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റീസും മുഴുവനായിട്ടും പെർമനൻ്റായിട്ട് ഡീലിസ്റ്റ് ചെയ്ത് കളഞ്ഞേക്കാമെന്ന്. അങ്ങനെ സംഭവിക്കുന്നത് മിക്കവാറും ആ കമ്പനീസ് മറ്റൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുമ്പോഴോ മറ്റേതെങ്കിലും കമ്പനീസുമായിട്ട് അമാൽമഗേറ്റ് ചെയ്യുമ്പോഴോ ഒക്കെയാണ്. ആ തരത്തിലുള്ള ഒരു ഡീലിസ്റ്റിംഗ് രീതിയാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിനെയാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ല എങ്കിൽ ഷെയർ ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇവരുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഇവരെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാവാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഷെയർ ബ്രോക്കറുകളുടെ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറുകളുടെ എലിജിബിലിറ്റി കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാകാനുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 21 വയസ്സിൽ കൂടുതലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക്രപ്റ്റഡോ അല്ലെങ്കിൽ ഇൻസോൾവൻറ്റോ ആകരുത്. ആ വ്യക്തി എന്ന് പറയുന്നത് മറ്റേതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡീഫോൾട്ട് ഡീലറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വ്യക്തിയും ആകരുത്. ആ വ്യക്തി എന്ന് പറയുന്നത് സെബിയുടെ അടുത്ത് നിന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം. കൂടാതെ ഇദ്ദേഹത്തിന് ഈ ഒരു ഫീൽഡിൽ മിനിമം 2 കൊല്ലമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയായിരിക്കണം. കൂടാതെ ഈ ഒരു വ്യക്തിയുടെ മിനിമം നെറ്റ് വർത്തും വർക്കിംഗ് ക്യാപിറ്റലും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന രീതിയിലും ആയിരിക്കണം. ഇത്രയുമാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ ആകുവാനുള്ള ആളുടെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സായിട്ടുള്ള ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മെമ്പേഴ്സും ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് കമ്മീഷൻ ബ്രോക്കർ എന്ന് പറയുന്നത്. കമ്മീഷൻ ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു മെമ്പറാണ്. ഇവരാണ് പബ്ലിക്കിന് വേണ്ട സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെയും ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണ് ഈ ഒരു കമ്മീഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മീഷൻ ബ്രോക്കേഴ്സാണ് പബ്ലിക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ എന്ന് പറയുന്നത്. ഇവരിങ്ങനെ പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടുവാനുള്ള അർഹതയുണ്ട്. അതായത് ഈ ഒരു സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ബ്രോക്കേഴ്സായിട്ടുള്ള ആളുകൾക്ക് നിശ്ചിത എമൗണ്ട് കമ്മീഷനായിട്ട് കൊടുക്കണം. സാധാരണയായിട്ട് ഇത് കൊടുക്കുന്നത് എത്ര രൂപയാണോ സെക്യൂരിറ്റീസിൻ്റെ ടോട്ടൽ പ്രൈസിൻ്റെ സർട്ടൻ പെർസെൻറ്റേജാണ് ബ്രോക്കേഴ്സായിട്ടുള്ള ആളുകൾക്ക്, കമ്മീഷൻ ബ്രോക്കറായിട്ടുള്ള ആളുകൾക്ക് കമ്മീഷനായിട്ട് പേ ഓഫ് ചെയ്യുന്നത്.
ഇതുകൂടാതെ ഒരു കമ്മീഷൻ ബ്രോക്കർ സെബിയുടെ അടുത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പബ്ലിക്കിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്യുവാനും കമ്മീഷൻ എമൗണ്ട് റിസീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ മെമ്പേഴ്സാണ് ജോബേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ജോബേഴ്സ് എന്ന് പറയുന്നത്. ജോബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബ്രോക്കറാണ്. അവനവന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ഡീലിങ്സ് ആണ് ജോബേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ മെമ്പർ നിർവഹിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരു നോൺ മെമ്പറിൻ്റെ ഏജൻറ്റോ അല്ലെങ്കിൽ ബ്രോക്കറോ ആയിരിക്കുകയില്ല. ഈ ബ്രോക്കർ നോർമലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ്. ഏതൊരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസും ഏറ്റവും ആദ്യം തങ്ങളുടെ സെക്യൂരിറ്റീസ് വാങ്ങുവാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ജോബേഴ്സിനെ ആയിരിക്കും. ഏതൊരു ഇൻവെസ്റ്ററും തങ്ങളുടെ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കുവാനുമായിട്ട് ഏറ്റവും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ജോബേഴ്സിനെ ആയിരിക്കും. അതായത് ഏതൊരു ബ്രോക്കറും തങ്ങളുടെ സെക്യൂരിറ്റീസ് ആദ്യം വാങ്ങാനും വിൽക്കുവാനുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഈ ജോബേഴ്സിനെ ആയിരിക്കും. കാരണം എന്താണ്, അവർ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് ഇനി അടുത്തതാണ് ഫ്ലോർ ബ്രോക്കേഴ്സ് അഥവാ സബ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രിൻസിപ്പൽ ബ്രോക്കറിന് വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് ഡീലിങ്സ് നടത്തുന്ന സബ് ബ്രോക്കറേഴ്സിനെയാണ് നമ്മൾ ഫ്ലോർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സബ് ബ്രോക്കേഴ്സ് എന്നുകൊണ്ട് വിളിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത സർട്ടൻ പെർസെൻറ്റേജ് നെറ്റ്വർത്ത് മറ്റൊരു സബ് ബ്രോക്കറെ ഏൽപ്പിക്കും. ആ മെയിൻ ബ്രോക്കർ അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന സബ് ബ്രോക്കറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോർ ബ്രോക്കർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സാണ് ടരവനി വാലാസ് എന്ന് പറയുന്നത്. ഇവരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ജോബേഴ്സ് എന്ന് പറയുന്ന മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്. ഇവർ അവനവൻ്റെ പേരിലുള്ള സെക്യൂരിറ്റീസിൻ്റെ ഡീലിങ്സ് നടത്തുന്ന വ്യക്തികളാണ് ടരവനി വാലാസ് എന്ന് പറയുന്നത്. ഈ ഒരു ടരവനി വാലാസ് എന്ന് പറയുന്ന ബ്രോക്കേഴ്സ് ഇന്ത്യയിൽ ഒഫീഷ്യലി അഫിലിയേറ്റ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു ടരവനി വാലാസ് എന്ന് പറയുന്ന ബ്രോക്കേഴ്സിന് ഏത് സമയത്ത് വേണമെങ്കിലും കമ്മീഷൻ ബ്രോക്കറിൻ്റെ റോളിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാണ് ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. ആർബിട്രേജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി ലോ പ്രൈസിൽ സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഹൈ പ്രൈസിന് വിറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ബ്രോക്കേഴ്സിനെയാണ് ആർബിട്രേജേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും വളരെയധികം ലോ പ്രൈസിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയും ആ വാങ്ങിയേക്കുന്ന സെക്യൂരിറ്റീസ് മറ്റൊരു ഏതെങ്കിലും സ്ഥലത്തുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഹൈ പ്രൈസിനെ വിൽക്കുകയും അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഈ ആർബിട്രേജേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സ്. ഇനി മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സാണ് സെക്യൂരിറ്റി ഡീലേഴ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെക്യൂരിറ്റീസും മാത്രം ഡീൽ ചെയ്യുന്ന ബ്രോക്കേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റി ഡീലേഴ്സ് എന്ന് പറയുന്നത്. ഇവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തികൾ കൂടിയാണ് സെക്യൂരിറ്റി ഡീലേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാണ് ഓർഡർ ലോട്ട് ഡീലേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റീസ് സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും താഴെയാണ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഡ് ലോട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രോക്കർ ഈ തരത്തിലുള്ള ഓഡ് ലോട്ട് ഡീലിങ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള ബ്രോക്കർമാരെ വിളിക്കുന്ന പേരാണ് ഓഡ് ലോട്ട് ഡീലേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തികളാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിന് വേണ്ടി ആക്ട് ചെയ്യുന്ന നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ, ആ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അവർ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്ലർക്സും രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് റിമേഴ്സർ എന്ന് പറയുന്നതും. നമുക്ക് ഇനി ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൻ്റെ അകത്തെ ആദ്യത്തെ ടോപ്പിക്കാണ് റിമേഴ്സർ. ആരാണ് റിമേഴ്സർ എന്ന് വെച്ച് പറയുന്നത്? ഒരു മെമ്പറിന് വേണ്ടിയിട്ട് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു വ്യക്തിയാണ് റിമേഴ്സർ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇദ്ദേഹത്തെ നമുക്കൊരു സബ് ബ്രോക്കറായിട്ടും കണക്ക് കൂട്ടാം. ഇനി അടുത്തൊരു വ്യക്തിയാണ് ഓതറൈസ്ഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിൻ്റെ എംപ്ലോയീസാണ് ഈ ഓതറൈസ്ഡ് ക്ലർക്ക് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്.
ഇവരാണ് ആ ഒരു മെമ്പേഴ്സിൻ്റെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസും എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ഡീല് ചെയ്യുന്നത്. ഇവരിങ്ങനെ മെമ്പേഴ്സിന് വേണ്ടി ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസിന് ഇവർക്ക് സാലറി പ്ലസ് കമ്മീഷൻ എമൗണ്ടാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇവരെ നമുക്ക് മെമ്പർ അസിസ്റ്റൻസ് എന്നും വിളിക്കാൻ. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിന് വേണ്ടി ആക്ട് ചെയ്യുന്ന നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇത്രയും പറഞ്ഞേക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിയറായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.